പ്രത്യേകതയാണ്. ലോക്സഭാ മണ്ഡലത്തിനുള്ളത്. മുതലാണ് കരുനാഗപ്പള്ളി നിയമസഭാ
നിയമസഭാംഗം എന്ന നിലയിലുള്ള ദീർഘകാലത്തെ പരിചയത്തെ മുതലാക്കാമെന്ന കണക്കുകൂട്ടലിലാണ് AM ആരിഫിനെ 2019 CPM LDF സ്ഥാനാർത്ഥിയാക്കിയത്. ആ തീരുമാനം ശരിയാണെന്ന് ഫലം വന്നപ്പോൾ തെളിഞ്ഞു. 20 മണ്ഡലങ്ങളിൽ 19 UDF പിടിച്ചടക്കിയപ്പോൾ ആലപ്പുഴ മണ്ഡലം LDF-നൊപ്പം നിന്നു. 2024 തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും മറ്റൊരു ചോയ്സിലേക്ക് പോകാൻ ഇടതുമുന്നണി, പ്രത്യേകിച്ച് CPM തയ്യാറായില്ല. ആരിഫ് തന്നെ സ്ഥാനാർത്ഥി എന്ന് തീരുമാനിച്ചു. MP എന്ന നിലയിലുള്ള പ്രവർത്തനവും മണ്ഡലത്തിൽ ചിരപരിചിതനാണെന്ന പ്രത്യേകതയും ആ തീരുമാനത്തിന് ന്യായീകരണമായി. കൂടുതൽ വോട്ട് നേടിയ സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ 3ാം സ്ഥാനത്തെത്തിയ ആളുമാണ് ആരിഫ്. MP-ആയി വിവിധ വിഷയങ്ങളിലുള്ള ഇടപെടലും വികസന പ്രവർത്തനങ്ങളും പരിഗണിച്ച് തന്നെയാണ് മറ്റൊരു പേരിലേക്കും പോകാതെ ആരിഫിൽ തന്നെ CPM ഉറച്ചു നിന്നത്. പ്രചാരണത്തിന്റെ ആദ്യ പാദത്തിൽ തന്നെ AM ആരിഫ് കളത്തിലിറങ്ങിയിരുന്നു. CPM-ന്റെയും LDF-ന്റെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ വന്നത് പ്രചാരണത്തിന്റെ ട്രാക്കിൽ ആദ്യ ചുവടുകൾ പതിപ്പിക്കുവാൻ ആരിഫിന് വലിയ തോതിൽ തുണയായി. ആദ്യഘട്ടത്തിൽ വ്യക്തികളെ കണ്ട് മുന്നോട്ടു പോയ ആരിഫ് പ്രധാനമായും ഉന്നയിക്കുന്നത് തന്റെ ശ്രമഫലമായി മണ്ഡലത്തിൽ വന്ന വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഭാവിയിൽ വരേണ്ട പദ്ധതികളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും അവതരിപ്പിക്കുന്നുണ്ട്. ഒപ്പം കായംകുളത്തെ നീറുന്ന പ്രശ്നമായ ദേശീയപാത നവീകരണത്തിലെ ഉയരപാത ആവശ്യത്തിൽ തന്റെ നിലപാട് പറയുകയും ചെയ്തു. വ്യക്തികളെ കണ്ട് തുടക്കം കുറിച്ച ആരിഫിന്റെ പ്രചാരണ പരിപാടികൾ ചിട്ടയത്ത് മുന്നോട്ടു പോവുകയും 2ാം ഘട്ടത്തിൽ നിയമസഭാ പര്യടനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. 3ാം ഘട്ടം മുതൽ സ്വീകരണ പര്യടനങ്ങൾക്കായിരുന്നു ഊന്നൽ. റെയിൽവേ പാത ഇരട്ടിപ്പിക്കൽ, റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം, വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, NDPC-യുടെ കേന്ദ്രീയ വിദ്യാലയം നിലനിർത്തിയ ഇടപെടൽ, ആകാശവാണി കേന്ദ്രം സംരക്ഷിച്ചത് തുടങ്ങി MP ഫണ്ട് വിനിയോഗം അടക്കം എടുത്തു പറഞ്ഞാണ് വോട്ടർമാരെ ആരിഫ് സമീപിക്കുന്നത്. നമ്മുടെ കായംകുളം റെയിൽവേ സ്റ്റേഷൻ വഴിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഒന്ന് പോയി നോക്കണം. ഒക്ടോബർ 24-ാം തീയതി പൂർത്തീകരിക്കുന്ന 8.5 കോടി രൂപയുടെ വികസനമാണ് കായംകുളം റെയിൽവേ സ്റ്റേഷൻ നടക്കുന്നത്. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും കേന്ദ്ര സഹമന്ത്രിയുമായി ഇരുന്നിട്ട് പോലും ഈ കായംകുളം റെയിൽവേ സ്റ്റേഷൻ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. കായംകുളം മുതൽ എറണാകുളം വരെയുള്ള തീരദേശ റെയിൽവേയുടെ ഒറ്റവരി ലൈൻ എന്ന് മാറ്റിയില്ല, ഇരട്ട പാതയാക്കണം എന്ന ആഗ്രഹത്തിന് 40 വർഷത്തെ പഴക്കമുണ്ട്. ഇതാ 2660 കോടി രൂപ അനുവദിപ്പിച്ച് കായംകുളം മുതൽ എറണാകുളം വരെ തീരദേശ പാത ഇരട്ട ലൈനാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ ബൈപ്പാസ്, ആലപ്പുഴക്കാരനായ ആലപ്പുഴയിൽ ജനിച്ചു വന്ന എന്നിലാണ് ആ നിയോഗം കൃത്യമായി നിർവഹിച്ച് ആലപ്പുഴ ബൈപ്പാസ് പൂർത്തീകരിച്ചു കൊടുക്കും. ഇങ്ങനെ എണ്ണമറ്റ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വോട്ട് ചെയ്തിട്ടുള്ളത്. പാർലമെന്റിലെ പ്രകടനത്തെക്കുറിച്ചും ആത്മവിശ്വാസത്തോടെ വോട്ടർമാരോട് വിശദീകരിക്കുന്നു. തൊഴിലാളികളും കൃഷിക്കാരും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളും സാധാരണക്കാരും അതുപോലെ മഹിളകളും വിദ്യാർത്ഥികളും യുവാക്കളുടെയും എല്ലാം പ്രശ്നങ്ങൾ ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിക്കാനാണ്. അത് ഞാൻ 113 പ്രസംഗങ്ങളായും 244 രേഖാപരമായ ചോദ്യങ്ങളും ഉയർത്തി പാർലമെന്റിൽ പരമാവധി ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ട്.
കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികളും അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തിയും കായംകുളത്തെ കൂടി ചേർത്ത് പിടിച്ചുള്ള വികസന ലക്ഷ്യങ്ങളാണ് എനിക്ക് മുന്നിലുള്ളത്. ആലപ്പുഴ നമ്മുടെ ഇനി ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട്. ആലപ്പുഴയ്ക്ക് ഒരു വികസന സാധ്യത കൂടുതലുള്ള ടൂറിസം മേഖലയിലാണ്. ഇപ്പം ഞാൻ 16 പഞ്ചായത്തുകളെ ടൂറിസം ഡെസ്റ്റിനേഷൻ പോയിന്റുകളായി എടുത്തിട്ടുണ്ട്. അത് ഡെവലപ്പ് ചെയ്യണം. അതിന് മേജർ ആലപ്പുഴ എടുക്കണം. ആലപ്പുഴ കിഴക്കിൻ്റെ വെനീസ് എന്ന പഴയ പ്രതാപം വീണ്ടെടുത്താലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ അത് പ്രോസസ്സിലാണ്. കടൽപ്പാലം വരുന്നു, അതുപോലെ തന്നെ മ്യൂസിയങ്ങൾ വരുന്നു. അപ്പോൾ അത് കഴിഞ്ഞാൽ അതിൻ്റെ കണക്ടിവിറ്റി ആയിട്ട് വരും. അതായത് സർക്യൂട്ട് ടൂറിസം, അതാണ് മെയിൻലി. തീർത്ഥാടന ടൂറിസത്തിന് നല്ല സ്കോപ്പുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ. പ്രത്യേകിച്ച് ചെട്ടികുളങ്ങരയൊക്കെ പൈതൃക പദ്ധതിയിൽ വരുന്ന ഒന്നാണ്. അതിന് സെൻട്രൽ ഗവൺമെൻറ് പൈതൃക പദ്ധതി ഉൾപ്പെടുത്തിക്കാൻ കഴിഞ്ഞു, യുനെസ്കോ. അത് ഞാൻ ഇടപെട്ടാണ് ചെയ്തത്. പക്ഷേ അതിൻ്റെ പ്രൊസീഡിങ്സ് മുന്നോട്ട് പോയില്ല. നമ്മളെ കോവിഡ് വന്നപ്പോൾ കുറേയധികം പ്രോജക്റ്റുകളെല്ലാം പെൻഡിങ് ആയി, അന്ന് കൊടുത്ത പല പ്രോജക്റ്റുകൾ. പിന്നെ അത് മുന്നോട്ട് പോയില്ല. തീർച്ചയായും തീർത്ഥാടന ടൂറിസത്തിനുള്ള നല്ല സാധ്യതയുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ. അവ കൂട്ടിവയ്പ്പിച്ചൊരു പ്രപ്പോസൽ തയ്യാറാക്കണം, ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കണം. ആ പ്രോജക്റ്റ് ഉണ്ടാക്കി സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ്, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് പണം തരത്തില്ല, ത്രൂ സ്റ്റേറ്റ് ഗവൺമെൻറ് തരത്തുള്ളൂ. അപ്പോൾ ത്രൂ സ്റ്റേറ്റ് ഗവൺമെൻറ് വഴി ചെയ്യിക്കാൻ പറ്റുമത്. അല്ല, ഇപ്പം അത് നമ്മൾ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് അത് എത്തിയിട്ടുണ്ട്. ഇനി ഒരു ഇത് കൂടെ സ്റ്റേജ് കൂടെ ഉള്ളൂ, ഒരു ഫേസ് കൂടി ഉണ്ടെങ്കിൽ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിനേക്കാൾ മെച്ചപ്പെടുന്നതിലേക്ക് വരും. അതിനുള്ള പ്രപ്പോസലുണ്ട്, കൊടുത്തിട്ടുണ്ട്, അത് വരും. ഇപ്പോൾ നമ്മൾ 10 കോടി രൂപയുടെ ഷോർട്ടേജ് വന്നപ്പോഴാണ് ഞാൻ ഇടപെട്ടത്. അതിപ്പോൾ അനുവദിപ്പിച്ച് ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. സോളാർ പ്രോജക്റ്റിൻ്റെ 95 മെഗാവാട്ട് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞു. ഇനി 125ൻ്റെ ഇപ്പോൾ ഇൻസ്റ്റലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അത് വേഗത്തിൽ പൂർത്തിയാക്കും. നമ്മുടെ ഈ എലിവേറ്റഡ് ഹൈവേ എന്ന ആവശ്യം ഉയർന്നു വന്നത് ഏറ്റവും ഒടുവിലാണ്. മറ്റെല്ലാ സ്ഥലങ്ങളിലുമുള്ള പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് ONK ജംഗ്ഷനിൽ അണ്ടർപാസ് എന്നതിനപ്പുറമായി ആരും ആവശ്യപ്പെട്ടിരുന്നില്ല. ONK ജംഗ്ഷൻ അണ്ടർപാസിന് വേണ്ടിയുള്ള സമരപന്തലിൽ വെച്ചാണ് എലിവേറ്റഡ് ഹൈവേ വരുന്നത്. ഏതാ ഡിമാൻഡ് ഒന്ന്, ആ സമരപന്തലിൽ വെച്ചാണ് ഇത് വരുന്നത്. അതറിഞ്ഞ മാത്രയിൽ തന്നെ നിതിൻ ഗഡ്കരിക്ക് കൊണ്ടുപോയി പെറ്റീഷൻ കൊടുത്തത് അന്ന് തന്നെ പത്രത്തിലിട്ടിരുന്നു, പബ്ലിഷ് ചെയ്തിരുന്നു. ഇത് ഒരു സ്റ്റഡി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എല്ലാം ഉയരപ്പാത വന്നത്. അല്ല എൻ്റെ സമ്മർദ്ദഫലമായിട്ടൊന്നും വന്നതല്ല, ഞാൻ ചെയ്ത് കൊണ്ടുവന്നതുമല്ല. ആകെ കൂടെ കരുനാഗപ്പള്ളിയുടെ കാര്യത്തിലുണ്ടായത് അവിടെ ഗ്രേഡ് സെപ്പറേറ്റർ ആയിരുന്നു, ഈ മണ്ണിട്ട്. അല്ല, ഫ്ലൈ ഓവർ അവിടെ നേരത്തെ തന്നെ അനുവദിച്ചതാണ്, അല്ലാതെ ഞാൻ കൊണ്ടുവന്നൊന്നുമല്ല. അവരുടെ സ്റ്റഡി റിപ്പോർട്ടിൻ്റെ പുറത്ത് വന്നതാണ്. ആ മണ്ണിട്ട് മൂടുന്നത് മാറ്റി ഓപ്പൺ ആക്കണം എന്നത് മാത്രമേ അവരുടെ ഡിമാൻഡ് ഉണ്ടായിരുന്നുള്ളൂ. ആ ഡിമാൻഡ് സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഇടപെട്ടൽ വഴി ചെയ്തത്. അതിന് സാധ്യത ഉണ്ടെങ്കിൽ പരിശോധിക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാം ഇടപെടുന്നത്. ഉയരപ്പാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും നമുക്ക് എഗൻസ്റ്റാണ്. നമുക്ക് എഗൻസ്റ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ ഇവിടെ അതോറിറ്റി. ആ എഗൻസ്റ്റായിട്ടുള്ള റിപ്പോർട്ട് അനുകൂലമാക്കി മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കാര്യം അവരൊരു ടെക്നിക്കൽ വിങ്ങാണ്. ആ ടെക്നിക്കൽ വിങ്ങിനെ മറികടക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ടെക്നിക്കൽ റിപ്പോർട്ട് ഉണ്ടാക്കിച്ച് ടെക്നിക്കൽ വിങ് പറയുകയാണ് ഇതിന് ഫീസിബിളാണ് എന്ന് പറഞ്ഞാൽ അതോറിറ്റി ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാധ്യതയെ നമ്മൾ കാണുന്നുള്ളൂ. കനൽ ഒരു തരി എന്നാണ് ആരിഫിനെ ഇടതുചേരി വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഏതാനും കാലങ്ങളായി UDFന്റെ വെന്നിക്കൊടി പാറി നിന്ന ആലപ്പുഴ മണ്ഡലം 2019 ഒരു അജ്ഞാത പ്രതിഭാസത്തിന്റെ ഫലമെന്നോണം LDFന്റെ കയ്യിലേക്ക് പോയത് ഒരു തരത്തിലും UDFന് അംഗീകരിക്കാനാവുന്നതല്ലായിരുന്നു. 2024 ഞങ്ങൾ മണ്ഡലം തിരിച്ചെടുത്തിരിക്കും എന്നൊരു നിശ്ചയദാർഢ്യം UDFനുണ്ടായത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതാണ് KC വേണുഗോപാൽ എന്ന അധികായന്റെ അംഗത്തട്ടിലേക്കുള്ള വരവിലൂടെ കാണുന്നത്. ആരിഫിനെ നേരിടാനും മണ്ഡലം തിരിച്ചുപിടിക്കാനും ഇതിലും വലിയൊരു തുറുപ്പ് ചീട്ട് കോൺഗ്രസിന് ഇറക്കാനില്ലായിരുന്നു. AICCയുടെ സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്.
ആലപ്പുഴയാകട്ടെ KC വേണുഗോപാലിന്റെ രാഷ്ട്രീയ പൊതുജീവിതത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും മുൻപ് തന്നെ പ്രചാരണത്തിന്റെ ആദ്യ ചുവട് പിന്നിട്ട് AM ആരിഫ് മുന്നോട്ട് പോകവേ ഒരുക്കങ്ങൾ മാത്രം തുടങ്ങിയിരുന്ന UDF ക്യാമ്പിൽ ആത്മവിശ്വാസത്തിന് ഒട്ടും പഞ്ഞമില്ലായിരുന്നു. KC വേണുഗോപാൽ വരും, നൊടിയിടയിൽ പ്രചാരണ രംഗം ഉണരും എന്ന കാര്യത്തിൽ നേതാക്കൾക്കോ പ്രവർത്തകർക്കോ യാതൊരു സംശയവുമില്ല. ഒടുവിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സംഘടനാ ചുമതല ഒന്ന് ഒതുക്കി വെച്ച് KC വേണുഗോപാൽ ആലപ്പുഴ മണ്ഡലത്തിലേക്ക് കുതിച്ചെത്തി. ഇതോടെ വർദ്ധിത വീര്യവുമായി UDF ക്യാമ്പും ഉണർന്നു. അരൂരിലെ റോഡ് ഷോയോട് തുടങ്ങിയ പ്രചാരണം അതിവേഗം സജീവമാക്കുവാൻ UDFന് കഴിയും. പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായ പദ്ധതികളുടെ അടിസ്ഥാനത്തിലായിരിക്കും വികസന പ്രവർത്തനങ്ങൾ. അപ്പോൾ ഓരോ പ്രദേശത്തും അങ്ങനെ ഞാൻ MP ആയിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങളുണ്ട്, വലിയ കാര്യങ്ങളുണ്ട്, ചെറിയ കാര്യങ്ങളുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ചെട്ടികുളങ്ങര ഒരു പ്രാവശ്യം നമ്മുടെ കെട്ടുകാഴ്ചക്കൊക്കെ വന്ന സമയത്ത് അവിടുത്തെ ആളുകൾ ഏറ്റവും വലിയ അനുഭവിച്ചിരുന്നത് ആ ദിവസങ്ങളിൽ കംപ്ലീറ്റ് പവർ കട്ടാണ്, കറണ്ടില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെ എല്ലാ ആവശ്യം അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതിന് ഞാൻ അന്ന് പവർ മിനിസ്റ്ററായിരുന്നു. അപ്പോൾ അന്ന് ആലോചിച്ചിട്ടാണ് ഈ ഒരു സ്കീം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നത്. അണ്ടർഗ്രൗണ്ട് കേബിൾ ഉണ്ടാക്കിയാൽ ഈ മുകളിൽ പോകുന്ന ഈ കെട്ടുകാഴ്ച പോകുമ്പോൾ ഈ ലൈനുകൾ പൊട്ടിപ്പോവും. അപ്പോൾ തകരാറാവും. 3-4 ദിവസക്കാലം വരെ കറണ്ട് ഉണ്ടാവില്ല. അതിനുകൊണ്ട് അണ്ടർഗ്രൗണ്ട് കേബിൾ നമ്മൾ ഉണ്ടാക്കിയത് കേന്ദ്ര ഫണ്ടാണ് കംപ്ലീറ്റ്.
ടൂറിസത്തിന് ആലപ്പുഴ, ഞാൻ ടൂറിസം മന്ത്രിയായിരുന്നപ്പോഴാണ് ആലപ്പുഴ നമ്മുടെ ടൂറിസത്തിൻ്റെ ഒരു ഉണർവുണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. അത് പിന്നീട് അങ്ങോട്ട് നമ്മൾ മെഗാ ടൂറിസം പ്രോജക്റ്റ് കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടെ കൊണ്ടുവന്നു. ഹൗസ് ബോട്ട് ടെർമിനലുകൾ, വിവിധങ്ങളായിട്ടുള്ള ടെർമിനൽ, കായംകുളത്തടക്കം ഓർമ്മയുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടായില്ല. നമുക്ക് ആലപ്പുഴയിൽ ടൂറിസം കൊണ്ടുവരുന്നതിനാണ് നമുക്ക് ആലപ്പുഴക്കാർക്ക് പരമാവധി പേർക്ക് ജോലി കൊടുക്കുക. ഇപ്പോൾ ഹൗസ് ബോട്ട് ഇൻഡസ്ട്രി ഉദാഹരണത്തിന് 10,000-കണക്കിന് ആളുകളാണ് ആ ഹൗസ് ബോട്ട് ഇൻഡസ്ട്രി കൊണ്ട് ജീവിക്കുന്നത്, അവരുടെ ജോലിയുള്ളത്. അപ്പോൾ ടൂറിസമാണ് ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രി. അപ്പോൾ അത് ഈ നമ്മൾ മെഗാ ടൂറിസം സർക്യൂട്ട് കൊണ്ടുവരാനൊക്കെ ഉദ്ദേശം ഉണ്ടായിരുന്നത് അത് തന്നെയായിരുന്നു. പക്ഷെ അത് ആർത്ഥതയിൽ വന്നിട്ടില്ല. അതിൻ്റെ പാകപ്പിഴകളൊക്കെ പരിഹരിച്ചുകൊണ്ട് അത് ജമ്പ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോറിറ്റി. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നമ്മുടെ മനസ്സിലുള്ള ആശയം പൂന മോഡൽ ഇൻസ്റ്റിറ്റ്യൂട്ടാക്കി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ക്രമേണ അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് യഥാർത്ഥത്തിൽ ഒരു നമ്മൾ കേരളമാണ് ഇപ്പോൾ നമ്മളെ ഒരു സാംക്രമിക രോഗങ്ങൾ അറ്റാക്ക് ചെയ്യുന്നൊരു കേന്ദ്രമാണ്. അപ്പോൾ അതിന് നമുക്ക് ഒരു ടെസ്റ്റ് ചെയ്യാൻ 3-4 ദിവസം കൂടുതൽ പൂനെയെ കൊണ്ടുപോയി വരുന്നതിന് പകരം ഇവിടെ കംപ്ലീറ്റ് ടെസ്റ്റ് നടത്തിക്കാനുള്ള ഒരു ഫുൾ ലബോറട്ടറി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പൂന മോഡൽ ആക്കുമ്പോൾ ഒരു പ്രത്യേക ശാഖ ഇതുപോലെ പക്ഷികളുടെ കാര്യത്തിലും മൃഗങ്ങളുടെ കാര്യത്തിലൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും ആലോചിക്കാവുന്നതാണ്. അത് വേണം താനും. എയിംസിൻ്റെ കാര്യം ആദ്യം വേണ്ടത് കേരളത്തിൽ അത് കിട്ടണം. ആലപ്പുഴ കൃത്യമായിട്ടും അതിന് അവകാശമുണ്ട്. എൻ്റെ ചോദ്യത്തിന് തന്നെ ആരോഗ്യമന്ത്രി ഉറപ്പ് തന്നിട്ടുണ്ട്, നമ്മൾ കൺസിഡർ ചെയ്യുന്നു കേരളത്തിന്. അത് ഞാൻ 2018 MP ആയിരുന്നപ്പോൾ. ഇപ്പം നമ്മളെ തീരദേശ റെയിൽവേ ഡബിളിങ് പൂർത്തിയാക്കിയാൽ എറണാകുളം ടു തിരുവനന്തപുരം 2 മണിക്കൂർ പോലും വേണ്ട എത്താൻ. ഏറ്റവും സ്പീഡി റൂട്ട് ഇതാണ്. പക്ഷേ ഉച്ച കഴിയുന്ന പോലെ നീണ്ടുപോവുക ഡബിളിങ്. അപ്പോൾ അതിന് തന്നെയാണ് പ്രയോറിറ്റി. നമ്മൾ കായംകുളം മുതൽ കുമ്പളം വരെയുള്ള പാത ഇരട്ടിപ്പിക്കുന്ന പ്രക്രിയ പൂർത്തീകരിക്കുക. ഇപ്പം ഓൾമോസ്റ്റ് മറ്റേ ലൈൻ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആലപ്പുഴ ചങ്ങനാശ്ശേരി, ആലപ്പുഴ കോട്ടയം, ഈ 2 ദേശീയ ജലപാതകളും ദേശീയ ജലപാത വികസനത്തിൻ്റെ ഭാഗമായി പെടുത്തി പണം അനുവദിച്ചിരുന്നതായിരുന്നു. അപ്പോൾ അത് നമ്മൾ ശക്തിപ്പെടുത്തും. അതിന് ആ 2 ജലപാതകളും നവീകരിച്ച് ഒരു പാരലൽ ട്രിപ്പ് ഉണ്ടാക്കാനുള്ള നടപടി ഉണ്ടാക്കണം. ഈ കശുവണ്ടി തൊഴിലാളികളെ മാത്രമല്ല, കൈത്തറി മേഖല തകർന്നു കിടക്കുകയാണ്. കൈത്തറി മേഖല, മത്സ്യത്തൊഴിലാളി മേഖല വളരെ പ്രയാസത്തിലാണ്. കശുവണ്ടി തൊഴിലാളികൾക്ക് ആവശ്യമായ ജോലിയും കൂലിയും കിട്ടുന്നതെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മുടെ പാർട്ടി മുന്നണി ഏറ്റവും ശക്തമായി മുന്നോട്ട് നിൽക്കുകയും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. തൊഴിൽ മേഖലയിൽ പൂർണ്ണ സംരക്ഷണം. അസുഖം വന്നാൽ പൂർണ്ണമായ ഇൻഷുറൻസിൻ്റെ പരിരക്ഷ തൊഴിൽ മേഖലയിൽ കിട്ടുന്നതാണ്. അതാണ് നിങ്ങൾ വായിച്ചു നോക്കണം നമ്മുടെ കോൺഗ്രസ് ഇറക്കിയ മാനിഫെസ്റ്റോയിൽ. ഇത് കൂടാതെ കശുവണ്ടി തൊഴിലാളി ആയിക്കോട്ടെ, അവർ വീട്ടിലത്തെ ഒരു കുടുംബാംഗമായ ഒരു സ്ത്രീ ആണെങ്കിൽ, വീട് നടത്തിക്കുന്ന സ്ത്രീ ആണെങ്കിൽ അവർക്ക് 1 വർഷം 1 ലക്ഷം രൂപ നമ്മൾ കൊടുക്കുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, യുവാക്കളുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ പരിഹരിക്കാനുള്ളത് നമ്മളെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്തിന്റെ ആവശ്യമാണ് തൂണിന്മേലുള്ള ഉയരപ്പാത. ജനങ്ങളുടെ ഈ ആവശ്യത്തെ തന്നെ അതീവ ഗൗരവത്തോടെയാണ് കണ്ടിട്ടുള്ളതെന്നും ശക്തമായ ഇടപെടൽ നടത്തിയെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കുന്നു. ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് വെച്ചാൽ നാട്ടിന് വികസനം അത്യാവശ്യമാണ്. ദേശീയപാത വികസിപ്പിക്കണം. പക്ഷേ ജനങ്ങളുടെ ചിലവിലല്ല അത് വികസിപ്പിക്കേണ്ടത്, സമീപ പ്രദേശങ്ങളിലുള്ള. അപ്പോൾ അവർക്ക് കൂടി അതായിരുന്നല്ലോ നമ്മുടെ ഈ പറയുന്ന എല്ലാത്തിലും അവരെ പുനരുദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഇതാണ് എല്ലായിടത്തും. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം അത് സമീപവാസികളായ ആളുകളെ ഉപദ്രവിക്കുന്ന രീതിയിലൊരു പ്രോജക്റ്റായിട്ട് മാറി. ഞാൻ മന്ത്രിയെ സമർപ്പിച്ചു, ഞാൻ ROനെ വിളിച്ച് ഞാൻ പറഞ്ഞു, RO ഒരു ദിവസം വന്നിരുന്നു. അപ്പോൾ എന്തായാലും ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ന്യായമായ സമരത്തിൻ്റെ കൂടെ ഞാനുണ്ടാവും. അപ്പോൾ അത്യാവശ്യം വേണ്ടിയെടുത്ത് ഓവർ ബ്രിഡ്ജ്, അണ്ടർ ബ്രിഡ്ജ് അലൈൻമെൻറ്റ് അതുണ്ടാക്കിയെടുക്കാൻ അവർ ചെയ്തിട്ടുണ്ട് പലയിടത്തും. സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥന്മാർ ചെയ്യുമ്പം അവർക്ക് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് പൂർണ്ണമായി ഉണ്ടാവണമെന്നില്ല. അത് നമ്മളെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ടതാണ്. LDF രംഗത്തിറക്കിയത് സിറ്റിംഗ് MPയും 2019 വിസ്മയം സൃഷ്ടിച്ച ഒരു വിജയത്തിനുടമയുമായ AM ആരിഫിനെയാണ്. ആരിഫിൽ നിന്നും മണ്ഡലം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് പടച്ചട്ട എണീച്ചതാകട്ടെ ആ പാർട്ടിയുടെ രാജ്യത്തെ ഏറ്റവും സമുന്നതനായ നേതാക്കളിൽ ഒരാളായ KC വേണുഗോപാൽ. തീവാറുന്ന അങ്കത്തട്ടിൽ KC വേണുഗോപാലും ആരിഫും പോർച്ചുപടുകളുമായി നിലയുറപ്പിക്കുമ്പോൾ മൂന്നാമതൊരു പോരാളി കൂടി രംഗത്തു വന്നു. അതോടെ അങ്കത്തട്ട് അടിമൻ മറിഞ്ഞു. കേരള രാഷ്ട്രീയ രംഗത്തെ മുൻനിര വനിതാ നേതാക്കളിൽ ഒരാളായ ശോഭാ സുരേന്ദ്രനെ ഒരു വീരാംഗനയുടെ പരിവേഷത്തോടെ BJPയും NDAയും മുന്നോട്ട് വെച്ചത് വൻ വിജയത്തിൽ കുറഞ്ഞ യാതൊന്നും പ്രതീക്ഷിക്കാതെയാണ്. അതിശക്തമായ ത്രികോണ മത്സരത്തിന്റെ പരിവേഷത്തിലേക്ക് മണ്ഡലത്തിലെ പോരിനെ നയിക്കാൻ ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിന്
മണ്ഡലത്തിൽ LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ രംഗത്തിറങ്ങുന്ന ഘട്ടത്തിലാണ് പ്രവർത്തകരിൽ അപ്രതീക്ഷിതമായി എന്ന തോന്നൽ സൃഷ്ടിക്കും വിധത്തിലുള്ള പ്രഖ്യാപനം BJP നടത്തിയത്. സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണെന്ന് അറിഞ്ഞതോടെ പ്രവർത്തകർ കൂടുതൽ ആവേശത്തോടെ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി. പ്രഖ്യാപനം വന്ന് അധികം വൈകാതെ തന്നെ മണ്ഡലത്തിലിറങ്ങിയ ശോഭാ സുരേന്ദ്രൻ ചിട്ടയായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. മറ്റ് രണ്ട് മുന്നണികളോടൊപ്പം തന്നെ നാടൊട്ടാകെയുള്ള ക്രമാനുഗതമായ പ്രചാരണത്തിലേക്ക് ഇറങ്ങാൻ NDAക്ക് വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു. ജയിച്ചാൽ ആലപ്പുഴയ്ക്ക് ഒരു വനിതാ കേന്ദ്രമന്ത്രി എന്ന ടാഗ് ലൈനിലാണ് അവർ പ്രചാരണം കൊഴുപ്പിച്ചത്. ആലപ്പുഴയിൽ അരൂര് മുതൽ കരുനാഗപ്പള്ളി വരെ വികസനമില്ലാത്ത, കയർ തൊഴിലാളികൾ വേദനിക്കുന്ന, മത്സ്യത്തൊഴിലാളികൾക്ക് ജീവിത പ്രാരാബ്ധത്തിലൂടെ വീടുകൾ നഷ്ടപ്പെട്ട, കടലോര ഭിത്തി പോലുമില്ലാത്ത, ഏത് സമയത്താണോ ഉള്ള വീടിനകത്തേക്ക് വെള്ളം ആർത്തലച്ച് കടന്നു വരുന്നത് എന്നറിയാത്ത വേദനിക്കപ്പെടുന്നവരുടെ ഒരു നാട്. യഥാർത്ഥത്തിൽ നമുക്ക് അരൂര് മുതൽ കരുനാഗപ്പള്ളി വരെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളെ വികസനത്തിലേക്ക് എത്തിക്കാൻ ആലപ്പുഴയ്ക്ക് സ്വന്തമായിട്ട് ഹാർബറുകൾ ഉണ്ടാക്കിയാൽ എന്താണ് കുഴപ്പം? കിഴക്കിൻ്റെ വെനീസാണ്. മത്സ്യമേഖലയിൽ ഏറ്റവും ഉന്നമനത്തിലെത്തേണ്ടതാണ്. അത് എക്സ്പോർട്ടിങ് ചെയ്യേണ്ടതാണ്. വലിയ സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് 10,000-ഓളം വരുന്ന പെൺകുട്ടികൾ ഗുജറാത്തിലെ ഭാംനഗർ പോലുള്ള പ്രദേശങ്ങളിൽ പോയി ചെമ്മീൻ ഫാക്ടറികളിൽ ജോലി ചെയ്യുകയാണ്. അവർക്ക് ഈ ചെമ്മീൻ ഫാക്ടറികളിൽ വളരെ സ്പീഡായിട്ട് ജോലി ചെയ്യാൻ കഴിവുള്ള സ്ത്രീകളാണ്. അപ്പോൾ അവർക്ക് നമുക്ക് എന്തുകൊണ്ടാണ് ആലപ്പുഴയിൽ തന്നെ തൊഴിൽ കൊടുക്കാൻ സാധിക്കാതെ പോയത്? അവർക്ക് ഇഷ്ടമുണ്ടായിട്ടല്ലല്ലോ അവർ പുറം നാടുകളിൽ പോകുന്നത്. ഭർത്താവിനെയും കുട്ടികളെയും ഒക്കെ ഈ നാട്ടിൽ ഉപേക്ഷിച്ചുകൊണ്ട് അവർ അന്യനാടുകളിൽ പോയി നിൽക്കുന്നത് അവർക്ക് ആവശ്യത്തിന് കൂലി കിട്ടാത്തതുകൊണ്ടാണ്. ശ്രീമാൻ നരേന്ദ്രമോദി രാജ്യത്ത് അധികാരത്തിലിരുന്നു കൊണ്ട്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൊണ്ട് അദ്ദേഹം 300ഓളം വരുന്ന പദ്ധതികൾ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയിട്ടുണ്ട്. അതിവിടെ താഴെത്തട്ടിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ ഇവിടുത്തെ സമൂലമായിട്ടുള്ള വികസനത്തിൻ്റെ അജണ്ട അതെൻ്റെ മാനിഫെസ്റ്റോയിൽ ഞാൻ മുന്നോട്ട് വയ്ക്കുന്നു. ഈ കയർ മേഖലയിൽ ഇന്ന് സംഭവിച്ചിട്ടുള്ളത്, ഈ കേരളത്തിൻ്റെ കയർ വ്യവസായം എന്ന് പറയുന്നത് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. എങ്ങനെയാണ് കയർ മേഖലയെ ഉപയോഗിച്ചുകൊണ്ട് കയറിനെ ഭൂവസ്ത്രമാക്കി മാറ്റാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ലോകം ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ സ്വന്തക്കാരായിട്ടുള്ള നമ്മൾ ആ കയർ ഫാക്ടറികൾ പൂട്ടിക്കെട്ടിയിട്ട് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലേക്കും വിവിധ പ്രദേശങ്ങളിലേക്കും ഇവിടെ നിന്ന് ഇപ്പോൾ അത്തരത്തിൽ ആ കയർ മേഖലയെ സ്തംഭനാവസ്ഥയിൽ നിന്ന് മാറ്റാൻ കയർ ബോർഡിൻ്റെ ചെയർമാൻ ഉണ്ടല്ലോ, കയർ ബോർഡിൻ്റെ പദ്ധതികളുണ്ടല്ലോ. ഈ പദ്ധതികളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. MSMEയുടെ സ്കീമുകളുണ്ട്, അത് ഉപയോഗിക്കാൻ സാധിക്കും. ടൂറിസത്തിന് ആദ്യം വേണ്ടത് ആലപ്പുഴയെ ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ കായൽ മേഖലകളിൽ ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ കായൽ തീരങ്ങൾ വളരെ കൂടുതലുള്ള ഒരു പ്രദേശമാണ് ആലപ്പുഴ. അപ്പോൾ നമാമി ഗംഗ പോലെ നമാമി ആലപ്പുഴ വലിയ പ്രൊജക്റ്റാണ്. ഈ വലിയ പ്രൊജക്റ്റ് അത് വാക്കായി മാറുമ്പോൾ ഇവിടുത്തെ ടൂറിസത്തിൻ്റെ ആദ്യത്തെ പടി. മറ്റൊന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റാണ്. അത് 20 സുവർണ കോറിഡോറുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് ആ ക്ലീനിങ് ആലപ്പുഴ വരുമ്പോൾ പിന്നീട് വേണ്ടത് യാത്രാ സൗകര്യങ്ങളാണ്. ഈ യാത്രാ സൗകര്യങ്ങൾക്കനുസരിച്ച് വാട്ടർ മെട്രോ വരെ സാധ്യതയുണ്ടോ എന്ന് ആലോചിക്കണം. അങ്ങനെ വാട്ടർ മെട്രോയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ബോട്ടുകളുമായിട്ട് ഉപജീവന മാർഗം കഴിക്കുന്നവരെയും നമ്മൾ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ വിളിച്ചിരുത്തി അവരുടെ മനസ്സിലുള്ള പ്രൊജക്റ്റ് എന്താണ് എന്ന് പഠിക്കണം. അപ്പം ഞാൻ പാർലമെൻറ്റിലേക്ക് വിജയിക്കപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുപോയി പദ്ധതികൾ വയ്ക്കുകയല്ല, ഒരു ജനസഭയായിരിക്കും എന്നെ നയിക്കുക. അത് ഇവിടുത്തെ അറിവും പ്രാപ്തിയുമുള്ളവർ, സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് പോലെയുള്ള റിപ്പോർട്ടുകൾ പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നവർ, അതുപോലെ തന്നെ ഈ ടൂറിസം മേഖലയെക്കുറിച്ചും ജലമേഖലയെക്കുറിച്ചും ജലഗതാഗതത്തെക്കുറിച്ചും വളരെ അറിവും പ്രാപ്തിയുമുള്ളവർ
അവരെല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ജനസഭയായിരിക്കും ഇവിടുത്തെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്നത്. അർത്തുങ്കൽ പള്ളിയെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കണമെന്നും അതുപോലെ തന്നെ, കാരണം ന്യൂനപക്ഷ മേഖലയ്ക്ക് ധാരാളം പണം കൊടുക്കാനായിട്ട് ടൂറിസത്തിന് വകുപ്പുണ്ട്. ടൂറിസം മേഖലയിലും അതുപോലെ സാംസ്കാരിക കൾച്ചറൽ മിനിസ്ട്രിയിലും രണ്ടും ചേർന്നുകൊണ്ടുമൊക്കെ ധാരാളം പദ്ധതികളുണ്ട്. ക്ഷേത്രത്തിന് വേണ്ടിയിട്ടും ഇതിൽ ജാതിക്കും മതത്തിനും അതീതമായിക്കൊണ്ട് നമ്മുടെ നാടിൻ്റെ തനത് ഗരിമ അത് വിളിച്ചോതുന്ന രീതിയിൽ എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഈ മേഖലയിൽ നടത്താനായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു മാനിഫെസ്റ്റോ അത് അവതരിപ്പിക്കുന്നുണ്ട്. ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട തൂണിന്മേലുള്ള ഉയരപ്പാത വേണമെന്ന് കായംകുളത്ത് ജനങ്ങളുടെ ആവശ്യം തികച്ചും ന്യായമാണെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. ആ ആവശ്യം മുൻനിർത്തി ശക്തമായ ഇടപെടൽ താൻ നടത്തിയെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നു. കായംകുളത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഞാൻ ഈ വിഷയം പഠിച്ചു ഈ അടുത്ത നാളാണ്. ആ പഠിച്ചതിന് ശേഷം നിതിൻ ഗഡ്കരിജിയുമായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ സാധിച്ചു. ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വൈഭവ് പാണ്ഡെ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ സെക്രട്ടറിയുമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റി. ഇവർ തന്നിട്ടുള്ള പരാതി അവർക്ക് അയച്ചു കൊടുത്തു. ഇവിടുത്തെ കേരളത്തിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ROയുമായിട്ട് ഞാൻ ബന്ധപ്പെടുകയും ഇവിടെ നിന്ന് ഒരു ടീം ആളുകളെ അവിടേക്ക് വിടുകയും ചെയ്തു. കാരണം എനിക്ക് പോകാൻ, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ നിൽക്കുന്നത് കൊണ്ട് എന്നെ പ്രതിനിധീകരിച്ചുകൊണ്ട് 4 പേർ പോയി. അദ്ദേഹം അതിനെക്കുറിച്ച് പരിശോധിക്കുകയും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നീക്കാമെന്ന് പറയുകയും ചെയ്തിട്ടും കായംകുളത്തിന് സമാധാനമാവില്ലല്ലോ. കാരണം അത് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുള്ള ഒരു അറിയിപ്പാണ്. അമിത്ഷാജിയുടെ കയ്യിൽ ഞാൻ ഈ വിഷയം എത്തിക്കുകയും ആ വിഷയം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം കായംകുളത്തെ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് ഞാൻ മുന്നോട്ട് വയ്ക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫയലുകൾ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 താരങ്ങളുടെ പൊരിഞ്ഞ പോരാട്ടം നടക്കുന്ന ആലപ്പുഴ മണ്ഡലത്തെ സംസ്ഥാനത്തെ രാഷ്ട്രീയ വിശാരദന്മാരെല്ലാം ഉറ്റുനോക്കുന്നു. മണ്ഡലം കൈവിടരുതെന്ന് LDF, കയ്യിൽ നിന്നും പോയത് തിരിച്ചു പിടിച്ചേ തീരുവെന്ന് UDF. ഇനി 2 കൂട്ടരും കൈവെക്കണ്ട എന്ന് ഉറപ്പിക്കുന്ന NDA. ഈ നിലയിലായതിനാൽ സ്റ്റാർ വാർ അല്ലാതെ മറ്റെന്താണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുക? മണ്ഡലത്തിൽ വിധി തേടുന്നവരുടെ ആകെ എണ്ണം 11. ഇതിൽ 5 പേരാകട്ടെ സ്വതന്ത്രരും. ഏതായാലും ആലപ്പുഴ ആര് സ്വന്തമാക്കും? കാത്തിരിക്കാം, കാതോർത്തിരിക്കാം. ജൂൺ 4 വരെ. ഓർക്കുക, വോട്ട് ഔദാര്യമല്ല, അവകാശമാണ്. നമ്മൾ നമുക്കായി അനുയോജ്യരായവരെയാണ് തെരഞ്ഞെടുക്കേണ്ടത്, അർഹതയുള്ളവരെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. ഗുഡ് ബൈ.